ഹലോ, കസ്റ്റേർഡ് പൗഡറോ ഐസ്ക്രീമോ ഉപയോഗിക്കാതെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഈ ചൂടും നൊയമ്പും ഒക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് ഉപയോഗിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ചിയ സീഡോ അല്ലെങ്കിൽ സബ്ജ സീഡോ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചിയ സീഡ് എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ ചിയ സീഡ്, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ആദ്യമായിട്ട് ഒരു 4 ചെറുപഴം, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഷ്ടമുള്ള പഴം എടുക്കാം കേട്ടോ. ചെറുപഴം, ഞാനിവിടെ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തത്. ഏത് പഴമാണേലും കുഴപ്പമില്ല, നമുക്കിഷ്ടമുള്ള പഴം ഒരു 4 എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നല്ല തണുത്ത പാൽ ഒരു 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഈ പഴത്തിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് പഴമൊക്കെ അരഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി പാൽ നമുക്ക് എടുത്ത് വെക്കാം. ഈ പാൽ നല്ല കട്ടയാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. പാലും പഴവും കൂടി അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അത് ഒന്ന് തണുപ്പിക്കാൻ വെക്കുന്നത് നല്ലതാണ്. ഒന്നുകൂടി ഒന്ന് തണുത്ത് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലുള്ള ഫ്രൂട്ട്സ് തന്നെ ഉപയോഗിച്ചാലും മതിയാകും. ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ആപ്പിളും പിന്നെ ഒരു 3-4 ചെറുപഴവും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ അടിച്ചെടുത്ത പഴം കൂടാതെ എക്സ്ട്രായാണ് 4 ചെറുപഴം എടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമായിട്ടുണ്ടോ അത്രയും അനുസരിച്ച് ഫ്രൂട്ട്സിൻ്റെ അളവും പാലിൻ്റെ അളവും ഒക്കെ കൂട്ടാവേ. പിന്നെ എടുത്തിരിക്കുന്നത് കടല, തൊണ്ടെല്ലാം കളഞ്ഞ് നിലക്കടല വറുത്തതും കിസ്മിസുമാണ് കേട്ടോ. അതുകൂടാണ്ട് മധുരത്തിനായിട്ട് എടുത്തിരിക്കുന്നത് തേനാണ്. ഇവിടെ തേനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പഴം ഇട്ടെടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു മധുരം കൂടുതൽ ആവശ്യമില്ല, അതുകൊണ്ടാണ് തേൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പഴം അതുപോലെ ചെറുതായി കട്ട് ചെയ്തു. അതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും കൂടി ആ ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞതും എല്ലാം ഒരുമിച്ചാക്കിയിട്ടുണ്ട്. തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന നമ്മുടെ പഴം പാൽ മിക്സ് ചെയ്ത് അടിച്ചെടുത്തിരിക്കുന്നത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന പാല് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള പാല് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഈ മിക്സ് അടിക്കുന്ന സമയത്ത് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. അടിച്ച മിക്സ് എല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ചിയ സീഡ് നമുക്ക് അടിക്കുമ്പോൾ ഇട്ട് കൊടുത്തില്ലെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടത്തിന് നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ ചേർക്കുന്ന സമയത്ത് ഫ്രൂട്ട്സൊക്കെ ഇടുമ്പോൾ അതായാലും ചേർത്താലും മതിയാകും കേട്ടോ. അത് കുതിർന്നിരിക്കുന്നതല്ലേ. ചിയ സീഡോ സബ്സ സീഡോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി ബൗളിലേക്ക് മാറ്റിയതിനകത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനായിട്ട് നമുക്ക് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വാനില എസൻസാണ് ചേർത്ത് കൊടുത്തത്. അത് വീഡിയോയിൽ വന്നിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണോ അത് ഒഴിച്ചു കൊടുക്കാം. ഈ പൈനാപ്പിൾ എസൻസ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളെല്ലാ ഫ്രൂട്ട്സും അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഫ്രൂട്ട്സ് കിട്ടിയതിന് ലാസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ കടല ചേർത്ത് കൊടുത്തത്. കടലയും അതുപോലെ നമ്മുടെ കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷമാണ് ഒന്ന് മിക്സ് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ്, ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ്, പാലും പഴവും വെച്ചിട്ട് ഉള്ള നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇതിന് കസ്റ്റേർഡ് പൗഡറോ ഐസ്ക്രീമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ചൂട് സമയത്ത് ഇത് ശകലം കുടിച്ചാൽ നല്ല വിശപ്പ് മാറും, അതുപോലെ ദാഹവും മാറും.
വളരെ ടേസ്റ്റിയാണ്. അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ കമൻസും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. ഫ്രൂട്ട്സൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ മധുരം ചേർക്കണം. ഞാൻ പഞ്ചസാര ചേർത്തില്ല എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ചേർക്കുന്നത് തേനാണ്. അപ്പം പഴം ചേർത്തതുകൊണ്ടും ഫ്രൂട്ട്സ് എല്ലാം മധുരമുള്ളതായതുകൊണ്ടും പ്രത്യേകിച്ചൊരു മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് തേൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ല ടേസ്റ്റിയാണ്. തേൻ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും. ചേർക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും നല്ല മധുരം കാണും. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.